സാധാരണ നട്ട ചെടികളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കി ആസ്വദിക്കുന്നത് എനിക്കൊരു തെറാപ്പി പോലെ തന്നെയാണ്. അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വെറുതെ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാ ഞാൻ. ഇന്നിപ്പോ അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല. കറിയൊക്കെ നേരത്തെ ഇരിപ്പുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ചെറുതായിട്ട് എന്റെ കിച്ചൺ അടുക്കി പെറുക്കി വെച്ച് ഒന്ന് ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാം. അവിടെ ചോറ് വെക്കാൻ വേണ്ടി കുത്തിരി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ പ്ലാൻ ഒന്ന് മാറ്റിയത്. അതുകൊണ്ട് കുത്തിരിക്ക് പകരം ദേ നല്ല ജീരകശാല അരി എടുത്ത് ഒരു അടിപൊളി നെയ്ച്ചോറ് അങ്ങ് വെക്കാൻ ഓർത്തു. സത്യത്തിൽ ഞാൻ ഈ കുക്കിംഗ് മേഖലയിൽ കൈ വെക്കുന്നത് വരെ ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാരപ്പെട്ട പണിയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ സ്വന്തമായിട്ട് കുക്കിംഗ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഒന്നും അത്ര ബുദ്ധിമുട്ടല്ല എന്ന് തോന്നിയത്. പക്ഷെ എത്ര തവണ ഉണ്ടാക്കിയതാ എത്ര ഈസിയാന്ന് പറഞ്ഞാലും ഷാൻജിയോ ചേട്ടന്റെ വീഡിയോ കാണാതെ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റ് ആണോ എന്ന് കണക്ക് കൂട്ടുന്നതാണ് ഈ ഞാൻ. പണ്ടേ കണക്ക് മേഖലയിൽ എനിക്ക് വലിയ പ്രാവീണ്യം ഇല്ല. കണക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് +2 പഠിക്കുമ്പോൾ മാത്സിന് 0, അതായത് നമ്മുടെ മുട്ട മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇമ്പോസിഷൻ തരാനും തല്ലു തരാനും ഭയങ്കര ഇഷ്ടമുള്ള സാറായതുകൊണ്ട് അതും ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറ് വേഗം വെച്ചിട്ട് നോക്കുമ്പോൾ പുറത്തത് ചെറിയ രീതിയിൽ ഒരു മഴ. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഐസ് ലോലി കഴിക്കാൻ മോഹം. അങ്ങനെ ഒരു ഐസ് ലോലി ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം സോഫയിൽ പോയി പുതച്ചു മൂടി ഞാനൊരു ഫിലിം കണ്ടു തീർത്തു. അതൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും രാത്രിയിൽ അത്താഴത്തിനുള്ള സമയമായി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ നെയ്ച്ചോറും അതിന്റെ കൂടെ നല്ല അടിപൊളി ഒരു ലെമൺ ടീയും കൂടെ എടുത്ത് ഭക്ഷണം കഴിക്കായിരുന്നു. കൂടെ കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്ന 1-2 ചിക്കൻ ഫ്രൈയും പിന്നെ നല്ലൊരു നാരങ്ങാച്ചാറും. ആഹാ, അടിപൊളി.